കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 4 ശ്ലോകം 35 ചെയ്തു. അപ്പോൾ അതിലെന്താ പറഞ്ഞ വെച്ചാൽ നമ്മുടെ ദേഹത്തിൻ്റെ ബാല്യ യൗവനം ഇങ്ങനെയുള്ള അവസ്ഥകളും പിന്നെ ഈ നദിയുടെ പ്രവാഹം, ഒരു ദീപം ജ്വലിക്കുക, അതൊക്കെ ശരിക്കും വൃദ്ധിക്ഷയങ്ങളെ കാണിക്കുന്നതാണ്, നിരന്തരമായ ഉൽപ്പത്തി പ്രളയങ്ങളെ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് 36 ചെയ്യാം. അതായത് ഒന്നും ശാശ്വതമല്ല. അനാദ്യന്തവതാനേന കാലേനേശ്വരമൂർത്തിന അവസ്ഥ നൈവ ദൃശ്യന്തേ വിയതി ജ്യോതിഷാമിവ. അതന്നെ ഇതിൽ ആദ്യം അത് പറയണ്ടേ. അനാദ്യന്തവത, ആദിയും അന്തവുമില്ലാതെയും ഈശ്വരമൂർത്തിനാം ഈശ്വരസ്വരൂപമായിരിക്കുന്ന അനേന കാലേന, ഈ കാലത്താൽ, ഭഗവാൻ കാലസ്വരൂപനാണ്, അതിന് ആദി അന്തമൊന്നുമില്ല. ഇതൊക്കെ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് കാലം പ്രവഹിക്കുമ്പോഴാണെന്ന് പറയാം അല്ലേ. ഓരോ സമയം കൂടുന്തോറല്ലേ, കാലം കൊണ്ടാണല്ലോ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവുന്നത്. അവസ്ഥകൾ വിയതി ആകാശത്തിൽ ജ്യോതിഷാം ഇവ, തേജോമണ്ഡലങ്ങളുടെ എന്ന പോലെ ന ദൃശ്യന്തേ, കാണപ്പെടുന്നില്ല. അതായത് എന്താ പറഞ്ഞ വെച്ചാൽ ഈ ആദിയും അന്തവും ഇല്ലാത്ത ഈ കാലസ്വരൂപൻ കാരണമാണ് ഈ നമുക്കുണ്ടാവണ എല്ലാ പരിണാമഭേദങ്ങളും. ഉൽപ്പത്തി, സ്ഥിതി, നാശമൊക്കെ ആരാൽ ഉണ്ടാവുന്നതാണ്? ആദിയും അന്തവും ഇല്ലാത്ത ആര്? അതായത് അനാദിയും അനന്തവും എന്നർത്ഥം. ആദി ഇല്ലാത്ത, ഇല്ല, അന്തം ഇല്ല, അനന്തൻ അല്ല, അതുകൊണ്ടാണല്ലോ ഭഗവാൻ അനന്തൻ. അപ്പോൾ അനാദിയും അനന്തവുമായ കാലസ്വരൂപൻ കാരണമാണ് നമുക്ക് ഈ അവസ്ഥാഭേദങ്ങളൊക്കെ. ആകാശത്തിലെ ചന്ദ്രൻ്റെയും ഒക്കെ ആ ഗതി അറിയാത്തതുപോലെ നമുക്കത് അറിയണില്ല എന്ന് മാത്രം. നമ്മൾ അറിയണില്ല, പക്ഷെ കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരനാണ് ഈ മാറ്റങ്ങളൊക്കെ വരുത്തണത്. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥകളെ അല്ലേ. എല്ലാ മിനിറ്റും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെന്താ നമുക്ക് മനസ്സിലാവാത്ത വെച്ചാൽ, ആ കാലത്തിന് ആദ്യവും അവസാനവും ഇല്ലാതെ ഇരിക്കണ ഈ കാലസ്വരൂപൻ, ആ കാലസ്വരൂപൻ കാരണമാണ് നമുക്ക് ഈ അവസ്ഥാഭേദങ്ങളെ നമുക്ക് തോന്നാത്തത്. എങ്കിലും അവസ്ഥകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കേണ്ടത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇല്ലേ. ഞാൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്ന ആൾ തന്നെയാണ് ഇന്ന് വയസ്സായിട്ട് 73 വയസ്സ് ആയിട്ടുള്ള ആളും ഇന്ന് ആ സെയിം ഞാൻ തന്നെയാണ്. എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ജനിച്ച് വീണപ്പോൾ ചെറിയൊരു കുട്ടിയായിരുന്നു ഞാൻ. പിന്നെ കുറേ കാലം കുട്ടിയായിട്ടിരുന്നു. അത് കഴിഞ്ഞ് 10-14 വയസ്സായി. അത് കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിക്കേണ്ട പ്രായമായി, അമ്മയായി, ഇപ്പോൾ മുത്തശ്ശിയായി. ഞാൻ തന്നെയാണ്. അപ്പോൾ ആ പരിണാമം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് നമ്മളെ അനുഭവം കൊണ്ടറിയാം. ബാല്യം നശിച്ചതും യൗവനം കണ്ടതും ഒക്കെ നമ്മൾ കണ്ടുല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള അവസ്ഥാഭേദങ്ങൾ ദിവസേന സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെ വെച്ചാൽ ആകാശത്തിൽ ഈ സൂര്യചന്ദ്രാദി ഗോളങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമുക്കത് മൂവ് ചെയ്യണത് കാണില്ലല്ലോ. നമുക്ക് എക്സാക്റ്റ് ഒരു ഭാഗത്ത് നിന്നിട്ടും അങ്ങോട്ട് മൂവ് ചെയ്ത് വേറെ ദിക്കിലേക്ക് പോകണമെന്നും നമുക്ക് അവരുടെ ഗ്രഹങ്ങളുടെ മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മാറുന്നുണ്ട് ഇല്ലേ. അതുപോലെ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ കാലസ്വരൂപൻ്റെ ശക്തി കൊണ്ട് നമുക്ക് അറിയണില്ല എന്നേ ഉള്ളൂ എന്ന്. അതായത് എല്ലാതും ഈ കാലസ്വരൂപൻ്റെ ശക്തി കൊണ്ട് എല്ലാതും ഉൽപ്പത്തി, സ്ഥിതി, നാശം, സകല പദാർത്ഥങ്ങളും ഉൽപ്പത്തി നാശങ്ങളെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അത് കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ ആണ്. അത് നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. അതെന്താ വെച്ചാൽ അനാദിയാണ്. അനാദിയും അനന്തനുമാണ്. അനാദ്യന്തവതാനേന കാലേനേശ്വരമൂർത്തിന അവസ്ഥ നൈവ ദൃശ്യന്തേ വിയതി ജ്യോതിഷാമിവ. അതായത് ജ്യോതിർഗോളങ്ങൾ നമുക്ക് മൂവ് ചെയ്യണം, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മൂവ് ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മുടെ അവസ്ഥാവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ നിമിഷവും നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ജനിക്കണു, മാറ്റങ്ങൾ വരുന്നു, മരിക്കണു, പിന്നെയും ജനിക്കണു, മാറ്റങ്ങൾ, എല്ലാ സാധനങ്ങൾക്കും
അങ്ങനെയല്ലാതെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നിത്യോ നൈമിത്തികശ്ചൈവ തഥാ പ്രാകൃതികോ ലയഃ ആത്യന്തികശ്ച കഥിത കാലസ്യ ഗതിരീദൃശി. അപ്പോൾ കാലത്തിൻ്റെ ഗതി കൊണ്ടാണ് നിത്യപ്രളയവും നൈമിത്തിക പ്രളയവും പ്രാകൃത പ്രളയവും ആത്യന്തിക പ്രളയം നമ്മൾ പറഞ്ഞില്ലേ 4 തരം ഒക്കെ ഉണ്ടാവണത്. അതായത് അപ്പം ഇനി പ്രളയത്തിനെ പറ്റി പറയൽ കൺക്ലൂഡ് ചെയ്യാണ്. നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം എന്ന് പറയപ്പെടുന്ന ഈ 4 തരത്തിലുള്ള പ്രളയങ്ങളെ പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ഇപ്പോൾ. അതിനൊക്കെ കാരണം കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ്റെ ഇച്ഛ. ഈ 4 തരം പ്രളയങ്ങളും നിത്യപ്രളയവും നൈമിത്തിക പ്രളയവും നമ്മൾ പറഞ്ഞല്ലോ. നിത്യപ്രളയം ഓരോ എന്താണ് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നിത്യപ്രളയമാണ് ശരിക്കും പറയാച്ച അല്ലേ, അതന്നെ. പിന്നെ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു നൈമിത്തിക പ്രളയമാണ്. ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോൾ പ്രാകൃത പ്രളയ പറഞ്ഞു. പിന്നെ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ആത്യന്തിക പ്രളയ പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞു എന്ന് പറയുകയാണ്. പരീക്ഷത്തിനോട് പറയുകയാണ്, ഞാൻ 4 തരത്തിലുള്ള പ്രളയവും പരീക്ഷത്തിന് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന്. നിത്യോ നൈമിത്തികശ്ചൈവ തഥാ പ്രാകൃതികോ ലയ ആത്യന്തികശ്ച കഥിത കാലസ്യ ഗതിരീദൃശി. 38 ഏതാഹ കുരുശ്രേഷ്ഠ പറയണം. കുരുശ്രേഷ്ഠ വിളിക്കുകയാണ് പരീക്ഷത്തിനെ ശുഗബ്രഹ്മർഷി. ഏതാഹ കുരുശ്രേഷ്ഠ ജഗദ്വിദാതുർനാരായണസ്യാഖില സത്വധാംനഃ ലീലാകഥാസ്തേ കഥിതാഃ സമാസത കാസ്നേന നാജോപ്യഭിധാതുമീശഃ. കുരുശ്രേഷ്ഠ, ഹേ കുരുകുലശ്രേഷ്ഠ, ജഗദ്വിധാതു, ജഗത്തിൻ്റെ വിധാതാവും അതായത് നിർമ്മിക്കുന്ന ആളും, അഖില സത്വധാംന, ഈ സകല ജീവന്മാരുടെയും ആശ്രയവുമായിരിക്കുന്ന നാരായണസ്യ, നാരായണൻ്റെ ഏതാഹ ലീലാകഥ, ഈ ലീലാകഥകൾ, ലീലാവിലാസങ്ങൾ, തേ സമാസത കഥിത, അങ്ങയോട് ഞാൻ ചുരുക്കി പറഞ്ഞു തന്നു കഴിഞ്ഞു. കാൽസ്നേന, വിസ്തരിച്ച് സകലവും, അഭിധാതു, പറയാനായിക്കൊണ്ട്, അജഹ അഭി, ബ്രഹ്മാവും ന ഈശ, സമർത്ഥനല്ല. എന്താ ഇപ്പോൾ പറയണറിയോ? അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, കുരുകുല ശ്രേഷ്ഠ എന്ന് പറഞ്ഞുല്ലോ. ഈ ലോകത്തിൻ്റെ നിർമ്മാതാവും സർവജീവന്മാരുടെയും ആശ്രയവുമായ ഭഗവാൻ നാരായണൻ്റെ ലീലാവിലാസങ്ങളെപ്പറ്റി ഞാൻ ചുരുക്കി അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിലധികം വിസ്തരിച്ച് പറയാൻ, അല്ലെങ്കിൽ വളരെ വിസ്തരിച്ച് പറയാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് അങ്ങക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു. വിസ്തരിച്ച് പറയാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല എന്ന്. അത്രയ്ക്ക് ഭഗവാൻ അത്ര ബിയോണ്ട് വേർഡ്സാണ് പറഞ്ഞില്ലേ. വാക്കുകൾ തട്ടി നിൽക്കും, വാക്കുകൾക്ക് അതീതനാണ്. ആര് വിചാരിച്ചാലും ഭഗവാന്റെ മാഹാത്മ്യവും ഭഗവാന്റെ ലീലകളും മുഴുവൻ പറയാൻ പറ്റില്ല. ഭൂമിയിലെ മണൽത്തരി മുഴുവൻ എണ്ണാൻ സാധിച്ചു എന്ന് വരാം, പക്ഷെ ഭഗവാന്റെ മഹാത്മ്യം പറയാൻ പറ്റില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞുവല്ലോ. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞത്. ഹേ പരീക്ഷിത് മഹാരാജാവേ, ഞാനിപ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞു തന്നു. ചുരുക്കിയിട്ട് ഇതിൽ വിസ്തരിച്ച് പറയാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല, ബ്രഹ്മാവിന് പോലും. ഏതാഹ കുരുശ്രേഷ്ഠ ജഗദ്വിധാതുർ നാരായണസ്യാഖില സത്വധാംനഃ ലീലാകഥാസ്തേ കഥിതാഃ സമാസത കാൽസ്നേന നാജോപ്യഭിധാതുമീശഃ സംസാരസിന്ധുമതി ദുസ്തരമൂർത്തിതീർഷോർ നാന്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥാരസനിഷേവണ മന്ദരേണ പുംസോ ഭവത് വിവിധ ദുഃഖദവാർദിതസ്യ. അതിൻ്റെ അർത്ഥം നോക്കാം. വിവിധ ദുഃഖദവാർദിതസ്യ, പലവിധ ദുഃഖങ്ങളാകുന്ന സംസാര അഗ്നിയാൽ ദുഃഖിക്കപ്പെട്ടവനും അതിദുസ്തരം, കടക്കാൻ വളരെ വിഷമമുള്ളതും, അതായത് എന്താ പറയുക, ക്രോസ് ചെയ്യാനേ വിഷമമുള്ളതും, സംസാര സിന്ധു, ഈ സംസാര സമുദ്രത്തെ ഉത്തിതീർഷോഹോ, കടക്കാൻ ആഗ്രഹിക്കുന്നവനുമായ പുംസ, പുരുഷന്, പുരുഷോത്തമസ്യ ഭഗവത, പുരുഷോത്തമനായ ഭഗവാന്റെ ലീലാകഥാരസ നിഷേവണം അന്തരേണ, ഈ ലീലാകഥകളുടെ, ഭഗവാന്റെ ലീലകളെ സേവിക്കുന്നത് കൂടാതെ അതിനെപ്പറ്റി പറയുകയും
കേൾക്കും. അതല്ലാതെ അന്യപ്ലവ മറ്റൊരു തോണി ന ഭവേദ് ഇല്ല. നോക്കൂ എന്താ പറയണറിയോ, എന്താ പറയണേ സുഖബ്രഹ്മർഷി ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിലും വിസ്തരിച്ച് ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറയണറിയോ, പലതരം ദുഃഖങ്ങളാൽ സംസാരമാകുന്ന കാട്ടുതീയിൽ എരിയുന്ന മനുഷ്യന് ഈ സംസാര സാഗരം കടക്കാനായിട്ട് ഭഗവാന്റെ ലീലാകഥാമൃതങ്ങളെ ആശ്രയിക്കുകയല്ലാതെ, അല്ലെങ്കിൽ ഭഗവത് കഥകളെ കേൾക്കുകയും പറയുകയും അല്ലാതെ ഈ സംസാരസാഗരം കടക്കാൻ ഈ സംസാര താപത്തിൽപ്പെട്ടുള്ളുന്നവർക്ക് വേറെ ഒരു വഴിയില്ലയെന്ന്, മറ്റൊരു തോണിയില്ല ഈ സംസാരസാഗരം കടക്കാൻ. ഭഗവത് കഥകളെ ശ്രവിക്കുകയും പറയുകയും ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുകയല്ലാതെ ഈ സംസാരസാഗരം കടക്കാൻ വേറെ ഒരു തോണി ഇല്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് അതാണ് പ്രത്യേകം പറയുന്നുണ്ട് ആര്, സുഖബ്രഹ്മർഷി. ഇതല്ലാതെ വഴിയില്ല. ഇപ്പം ഇതും കൂടി ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം വളരെ ഉറപ്പ് പറയാണ്. ഏതാ കുരുശ്രേഷ്ഠ അതല്ലേ, സംസാര തിന്തുമതി. എന്താ വെച്ചാൽ ഈ അതായത് താപത്രയങ്ങളാൽ തപിപ്പിക്കപ്പെട്ട്, അതായത് താപത്രയങ്ങളാകുന്ന നമ്മൾ 3 തരം ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവും ആയിട്ടുള്ള 3 താപങ്ങളെ നമുക്ക് കാട്ടുതീയായിട്ട് സങ്കല്പിക്കാം. ആ 3 താപങ്ങളാകുന്ന ഈ കാട്ടുതീയിനാൽ അങ്ങേയറ്റം പീഡിക്കപ്പെട്ടവരും കടക്കുവാൻ ക്രോസ് ചെയ്യാൻ അങ്ങേയറ്റം വിഷമമുള്ളതുമായി ഈ സംസാരസാഗരം കടക്കാൻ ഒരേ ഒരു തോണിയുള്ളൂ. ഏത്? ഭഗവാന്റെ ഈ ദിവ്യലീലകളെ നമ്മൾ പറയുക, കേൾക്കുക, ആസ്വദിക്കുക. ഇതല്ലാതൊരു വഴിയില്ല എന്നാണ്. സംസാരത്തിനെ നമുക്ക് സംസാര സമുദ്രം കടക്കാനുള്ള തോണിയാണ് ഏത്? ഭഗവാന്റെ ലീലകളെ ശ്രവിക്കണതും കീർത്തിക്കണതും. ലീലാശ്രവണ കീർത്തനങ്ങൾ ആണ് സംസാരസാഗരം കടക്കാനുള്ള ഒരേ ഒരു തോണി. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് ഏതോ ഒരു ഭക്തപ്രിയയിലാണോ എനിക്ക് ഗുരുവായൂരപ്പൻ മാഗസിനിലാണോ വായിച്ചൊരു കാര്യം കൂടി ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് ലീലാവതി ടീച്ചറില്ലേ, ലീലാവതി ടീച്ചർ ഗുരുവായൂരുകാരത്തിയാണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കണം. എന്തായാലും ലീലാവതി ടീച്ചർ പഠിപ്പൊക്കെ കഴിഞ്ഞ വിവാഹം ആലോചന വരണ സമയത്ത് ഒരു ആലോചന വന്നു. അദ്ദേഹത്തിൻ്റെ പേര് പുരുഷോത്തമൻ എന്നാണ്. അപ്പോൾ അത് സമ്മതിക്കണോ വേണ്ടേന്ന് ലീലാവതി ടീച്ചർക്ക് എത്രയായാലും ഇങ്ങോട്ട് തീർച്ചയാവില്ല. അപ്പോൾ എല്ലാ ദിവസവും ഗുരുവായൂർ പോവും. അപ്പോൾ അവിടെ ഒരു ദിവസം വായന ലീലാവതി ടീച്ചറിനെ എഴുതിയതാട്ടോ. അത് ലീലാവതി ടീച്ചറിൻ്റെ ഇതിലേതിലോ ഒരു മാഗസിനിൽ എഴുതിയതാണ്. ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ കാലം മുമ്പേ ഞാൻ വായിച്ചിരുന്നത്, അനവധി കാലം മുമ്പേ. എന്തായാലും അത് ഉള്ളിൽ തട്ടി, അതുകൊണ്ട് എപ്പോഴും ഓർമ്മ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ആലോചന സമ്മതിക്കണോ വേണ്ടേന്ന് ഇങ്ങനെ ഷീ വാസ് ഡിബേറ്റിംഗ്. അപ്പോൾ ഒരു സെക്കൻഡ് ശ്യാമേ, സോറി, എനിക്കൊരു ബ്രേക്ക് വേണ്ടി വന്നു കേട്ടോ. അത് വളരെ സോറി അതിന്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിൽ വെച്ചാൽ ഇത് ഞാനെല്ലാം പറഞ്ഞു, ബ്രഹ്മാവിന് പോലും ഇതിലധികം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഈ സംസാരസാഗരം കടക്കാൻ ഭഗവത് ലീലാ ശ്രവണ കീർത്തനങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താണ് ലീലാവതി ടീച്ചർ പറഞ്ഞത് അത് പറയുമായിരുന്നുവല്ലോ, അപ്പോഴാണല്ലോ നിർത്തിയത്. അപ്പോൾ അതിൽ പറയാം. എന്നിട്ട് അപ്പോൾ ലീലാവതി ടീച്ചർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം ഗുരുവായൂർ സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒന്ന് കയറി 10 മിനിറ്റ് ഇരുന്ന് വരിക, അങ്ങനെയൊക്കെ പതിവുണ്ട്. അപ്പോൾ അങ്ങനെ ആ റൂമിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഈ ശ്ലോകമാണത്രേ കയറി ഇരുന്നപ്പോൾ കേട്ട ശ്ലോകം ഇതാണത്രേ. ഏത്? സംസാര സിന്ധുമതി ദുസ്തരമുത്തിതീർക്ഷോർ നാന്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ
ദവാർദ്ധിതസ്യ എന്നാണ്. അപ്പോൾ അതിൽ പുരുഷോത്തമസ്യ ലീല എന്ന് ഒന്ന് അടുത്ത് വരുന്നുണ്ടേ. അതങ്ങോട്ട് കേട്ടപ്പോൾ മനസ്സിൽ ലീല ടീച്ചറുടെ മനസ്സിൽ തന്നെയാണ് ഇത് എഗ്രി ചെയ്യണമെന്ന്. അപ്പോൾ പുരുഷോത്തമസ്യ ലീല എന്ന് ആ വരി അങ്ങോട്ട് കേട്ടപ്പോൾ തീർച്ചയായും ഇത്രേ ഞാൻ ഇതിന് സമ്മതിക്കുകയാണ്. ഭഗവാൻ എന്നോട് പറയുകയാണ് ലീല പുരുഷോത്തമനെ വിവാഹം കഴിച്ചോളൂ എന്ന് പറയുകയാണെന്ന് അങ്ങനെ തോന്നി. കുട്ടിയാണല്ലോ അന്ന്, അപ്പോൾ അങ്ങനെ തോന്നി. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയിട്ട് ഈ ആലോചന നടത്തിക്കോളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. ലീലാവതി ടീച്ചറെ ഭക്തയാണ്, ലീലാവതി ടീച്ചറും ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണല്ലോ. അപ്പോൾ ഞാനത് ഓർമ്മ വന്നപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി 41 സോറി, എനിക്കൊരു ഒരാൾ വന്ന് എനിക്കപ്പോൾ ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി 41 പുരാണസംഹിതാമേതാമൃഷിർനാരായണോ വ്യയഃ നാരദായ പുരാ പ്രാഹ കൃഷ്ണദ്വൈപായനായ സഹ. അതല്ലേ 40-41 ഒന്നിച്ചാണ്. സ വൈ മഹ്യം മഹാരാജ ഭഗവാൻ ബാദരായണ ഇമാം ഭാഗവതീം പ്രീതഃ സംഹിതം വേദസംഹിതം. 40-41 ഒന്നിച്ച്. ഏതാം പുരാണ സംഹിതാം, ഈ പുരാണ സംഹിതയെ ഭാഗവതത്തിനെ അവ്യയ നാശരഹിതനായ നാരായണ ഋഷി നാരദായ നാരദനായിക്കൊണ്ടും സഹ അവൻ നാരദൻ കൃഷ്ണദ്വൈപായനായ വ്യാസനായിക്കൊണ്ടും സഹ ബാദരായണ ആ വ്യാസൻ മഹ്യം എനിക്കും സുഖബ്രഹ്മർഷിക്ക് പറയണേ പ്രീത സന്തുഷ്ടനായിട്ട് വേദസംഹിതാം വേദത്തിന് തുല്യവും ഭാഗവതിയും ഭഗവാനെ സംബന്ധിച്ചതുമായ സംഹിതയെ പുരാ പ്രാഹ മുമ്പേ പറഞ്ഞു. ഇനി ഇതിൻ്റെ ആരാണ് ആദ്യം പറഞ്ഞതെന്നുള്ളത് പറയാണ് കേട്ടോ. എന്താ പറയുക വെച്ചാൽ അതായത് പുരാണ സംഹിത, അതായത് ഭഗവാൻ നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ നാരായണ മഹർഷി, നരനാരായണന്മാരില്ലേ, ആ നാരായണ മഹർഷി, ആ നിത്യാനന്ദ ഭഗവാൻ തന്നെയാണ് നാരായണ മഹർഷി. അപ്പോൾ ഭഗവാന്റെ അവതാരമാണല്ലോ. ഭഗവാൻ തന്നെ അവതാരമായിട്ടുള്ള നാരായണ മഹർഷി ഈ ഭാഗവത സംഹിതയെ നാരദ മഹർഷിക്ക് ആദ്യമായിട്ട് ഉപദേശിച്ചു. നാരദ മഹർഷി വ്യാസനുപദേശിച്ചു, വ്യാസൻ എനിക്കുപദേശിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് ഇനി അഥവാ പരീക്ഷത്തിന് മഹാരാജന് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറയുകയാണ്. ആദ്യം ഭഗവാന്റെ അവതാരം തന്നെയായിട്ടുള്ള നാരായണ മഹർഷി, നരനാരായണന്മാർക്ക് നാരായണ മഹർഷി നാരദ മഹർഷിക്ക് ഉപദേശിച്ചു, നാരദ മഹർഷി വ്യാസന് ഉപദേശിച്ചു, വ്യാസൻ എൻ്റെ അച്ഛനാണ്, എനിക്കുപദേശിച്ചു. എന്നിട്ട് ഇനി നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. എന്താ അറിയോ, ഈ സുഖബ്രഹ്മർഷി ആർക്ക് പരീക്ഷത്തിന് ഉപദേശിക്കണ സമയത്ത് ആ സഭയിൽ അല്ലെങ്കിൽ ആ ഓഡിയൻസിൽ ആരാണ്ടായിരുന്നത്? സൂതൻ, ഉഗ്രശ്രവസ് ഉണ്ടായിരുന്നു. അനവധി കാലം കഴിഞ്ഞിട്ട് ശൗനകാദി മഹർഷിമാർ നൈമിഷാരണ്യത്തിൽ 1000 സംവത്സരം നിൽക്കുന്ന സത്രം ചെയ്യുമ്പോൾ സൂതൻ അവിടെ വന്നു, ഉഗ്രശ്രവസ്. അപ്പോൾ ശൗനക മഹർഷി പറയുകയാണ് സൂതനോട്, എനിക്ക് കഥ പറഞ്ഞു തരൂ, അങ്ങേക്ക് പുരാണങ്ങളൊക്കെ നല്ലോണം അറിയണ ആളല്ലേ, പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നത് ശരിക്കും പറയാച്ചാൽ ഈ സൂതൻ ശൗനക മഹർഷിയോട് പറയണതാണ്. അതാണ് നമ്മൾക്കുള്ള ഭാഗവതം തന്നത്. പക്ഷെ അതിൻ്റെ പരമ്പര അങ്ങനെയായിരുന്നു. ശ്രീനാരായണ മഹർഷി, നാരദൻ, വ്യാസഭഗവാൻ, ശുഖബ്രഹ്മർഷി ആ സദസ്സിലുണ്ടായിരുന്ന ഉഗ്രശ്രവസ് ശൗനക മഹർഷിയോട് പറഞ്ഞു അല്ലേ. അതാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പുരാണ സംഹിതാമേതാമൃഷിർ നാരായണോ വ്യയാ നാരദായ പുരാ പ്രാഹ കൃഷ്ണദ്വൈപായനായ സഹ സവൈ മഹ്യം മഹാരാജ ഭഗവാൻ ബാദരായണ ഇമാം ഭാഗവതീം പ്രീത സംഹിതം വേദസംഹിതം. വേദത്തിന് തുല്യമാണ്, അത് നമ്മൾ പ്രത്യേകം പറയണം. വേദത്തിന് തുല്യമായിട്ടുള്ള ഈ സംഹിത എനിക്ക് എൻ്റെ പിതാവും വളരെ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള വ്യാസമഹർഷി എനിക്കും ഉപദേശിച്ചു തന്നു സുഖബ്രഹ്മർഷി പറഞ്ഞു. ഇനി അവസാനത്തെ ശ്ലോകം 42. ഏതാം വക്ഷത്യസൗ സൂത ഋഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ കുരുശ്രേഷ്ഠ സംഭൃഷ്ട ശൗനകാദിഭി അസൗ സൂത. ഈ സൂതൻ ഏതാം ഇതിനെ നൈമിഷാലയെ, നൈമിഷം എന്ന സ്ഥലത്തിൽ, ദീർഘസത്രേ ബഹുകാലം കൊണ്ട് അവസാനിക്കുന്നതായ സത്രത്തിൽ അല്ലേ, ശൗനകൻ
മുതലായവരാൽ സമ്പൃഷ്ട ചോദിക്കപ്പെട്ടപ്പോൾ ഋഷിഭ്യ അവിടെ കൂടിയ ഋഷികൾക്കായിക്കൊണ്ട് വക്ഷ്യതി വചിക്കും. ഇതിപ്പം അങ്ങനെ ഉണ്ടാവും എന്ന് പറയാട്ടോ. നമുക്ക് കിട്ടിയത് അങ്ങനെയാണ്. എന്താ പറയണത് ഇതിൽ? പിന്നെ എന്താ പറയുക, ശുഖബ്രഹ്മർഷി ഇത് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കണത്. അതുകൊണ്ട് പിന്നെ പരീക്ഷിത മഹാരാജാവേ, ഈ പിന്നെ ഇത് ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പിന്നെ ഉണ്ടായിരുന്ന ഈ സൂതൻ, ഉഗ്രശ്രവന്ന സൂതൻ, കുറകാലം കഴിഞ്ഞിട്ട് ശൗനകാദി മഹർഷിമാർ നടത്തുന്ന ബ്രഹ്മസത്രത്തിൽ ഇദ്ദേഹത്തിനോട് ഭാഗവതം കഥ ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവർക്കായിട്ട് ഉപദേശിക്കും എന്ന് പറയുകയാണ്. ഇപ്പോൾ ഉപദേശിച്ചിട്ടില്ല. ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുന്ന സമയത്ത് ഈ ഭാവിയിൽ ഇവിടെ ഈ സദസ്സിലുള്ള സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് ഭാവിയിൽ ഇത് ഉപദേശിച്ച് കൊടുക്കും എൻ്റെ എന്ന് കേട്ടുല്ലോ. അപ്പോൾ ഈ സദസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് ആ സൂതൻ വളരെ പുരാണ പരിചയമുള്ള ആളാണ്. അപ്പോൾ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുന്നത് കേട്ടിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി ഞാൻ പറഞ്ഞതിനെയൊക്കെ ബ്രഹ്മസത്രത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാർക്ക് ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഈ സദസ്സിലുള്ള സൂതൻ കുറേ കാലം കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് ഉപദേശിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അല്ലേ. അതായത് സൂതനെ കാണിച്ചും കൊണ്ടാണ് പറയണത്. സൂതൻ അവിടെ ഇരിക്കുന്നുണ്ട്. പരീക്ഷത്തിന് എന്താണ് ഈ 7 ദിവസം കൊണ്ട് ഭാഗവതം പറയുന്ന സമയത്ത് സൂതൻ അവിടെ സന്നിഹിതനായിരുന്നു. അപ്പോൾ പിന്നെ ത്രികാലജ്ഞാനിയല്ലേ ശുഖബ്രഹ്മർഷിയും. അപ്പോൾ ഭാവിയിൽ ഈ സൂതൻ ശൗനകാദി മഹർഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു പോലും പരീക്ഷത്തിനോട് പറഞ്ഞു. സൂതനെ എങ്ങനെ കാണിച്ചിട്ട് വിരൽ ചൂണ്ടി കാണിച്ചു എന്നൊക്കെയാണ് അല്ലേ, അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് പിന്നെ ഇതിനെ ഞാൻ അങ്ങയോട് ഉപദേശിച്ചു, ഇനി എനിക്കൊന്നും ഉപദേശിക്കാനില്ല. ഇത് കഴിഞ്ഞു കഥ. ഇനി ഇതിനെ സൂതൻ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് നടത്തണ സർത്തത്തിൽ ശൗനകാദി മഹർഷികൾക്ക് അവരാൽ ചോദിക്കപ്പെട്ടപ്പോൾ അവരോട് ഉപദേശിക്കും. അങ്ങനെ ഈ ഭാഗവത് സംഹിത ലോകത്തിൽ മുഴുവൻ പ്രചരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ആരോടെ സരീരത്തിനോട്. അങ്ങനെയാണ് ശുഖബ്രഹ്മർഷി ഈ അധ്യായം നിർത്തണത്. അപ്പോൾ നമുക്കിവിടെ ആ ശ്ലോകം വായിച്ച് ഇന്നിവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം 5-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഏതാം വക്ഷത്യസൗ സൂത ഹൃഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ കുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിഭി. ഇത് ഭാവിയിൽ അങ്ങനെ ചെയ്യുന്നു പറയണം കേട്ടോ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ 12 സ്കന്ധേ ആശ്രയനിരൂപണേ പ്രളയനിരൂപണം നാമ 4ാധ്യായ സമാപ്തഃ. അപ്പോൾ നമുക്ക് ഇത് വളരെ നല്ലൊരു അധ്യായമാണ്. കാരണം പല പ്രളയങ്ങളെയാണല്ലോ ഇതിൽ പറഞ്ഞതല്ലേ. നിത്യം, നൈമിത്തികം, പ്രാകൃതം, ആത്യന്തികം. അതാണ് നമുക്ക് വളരെ ആത്യന്തിക പ്രളയമാണ് നമുക്ക് ഏറ്റവും ഒരു ഉപയോഗം. അതായത് ആത്മസാക്ഷാത്കാരം കിട്ടുന്നതിനെയാണ് എന്താ ആത്യന്തിക പ്രളയം എന്ന് പറയണതെന്ന് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ 4-ാം അധ്യായം കഴിഞ്ഞു അല്ലേ. അതായത് ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞാൽ മുക്തിയാണെന്ന്. അതായത് ഭഗവത് സ്വരൂപ ജ്ഞാനം ഉദിക്കുമ്പോൾ അഹങ്കാര ഗ്രന്ഥി പൊട്ടിപ്പോണു. അപ്പം നമ്മൾ ആ സച്ചിദാനന്ദം തന്നെ ആയിത്തീരുന്നു. പിന്നെ അതിന്നൊരു തിരിച്ചു വരവില്ല എന്ന്. ഇനി 5-ാം അധ്യായം നമുക്ക് നാളെ ചെയ്യാം. ഭഗവാൻ അവിടെ പിന്നെ അതായത് പിന്നെയും ഭഗവാനെ കുറച്ചുകൂടി വർണ്ണിക്കുന്നുണ്ട്. ഭഗവാന്റെ കാര്യങ്ങളൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാലും ഞാൻ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുക. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.